ഇനിയുള്ള കാലം പിഷാരടി സിനിമക്കാർക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി മാറും എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. കിട്ടുന്ന അവസരത്തിലൊക്കെ താഴ്ത്തിക്കെട്ടാൻ കമ്മിക്കൂട്ടങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് പിഷാരടി തന്നെ പോയി സ്വയം പണി ചോദിച്ചു വാങ്ങിയത്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്ന് രണ്ടാം ദിവസം ചർച്ചയായത് പിഷാരടിയുടെ പഞ്ചാരേടിയാണ്. മണ്ടത്തരമല്ലേ കാണിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇനി ആ സംഭാഷണം കേൾക്കാം. ഞാൻ ക്രൗൺ പ്ലാസ. അതിരിക്കട്ടെ, എന്തിനാ വിളിച്ചേ? എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. എന്താ എന്റെ ഉദ്ദേശം? എന്തേ ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുന്നത്. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. അങ്ങനെ എടാ, നീ ആകെക്കൂടെ ഒരു മടക്ക് കൂടേണ്ട അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് 40 സോപ്പിട്ട് കുളിച്ചാലും വാടകോത്ത വർത്താനങ്ങളാണ്. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിക്കുന്നുള്ളൂ. നീ ഒരു കാലത്തും നന്നാവില്ലെന്ന് ഉറപ്പിച്ചു തന്നെയല്ലേ? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി.